ശ്രീ രാജു എബ്രഹാം, ഭരണവിരുദ്ധ തരംഗത്തിന്റെ തുടർച്ചയാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ന് കണ്ടത് എന്ന് CPM അംഗീകരിക്കുമോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നടന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ആദ്യമായിട്ടാണല്ലോ 2-3 സീറ്റിന്റെ വ്യത്യാസം ഭൂരിപക്ഷം UDF-നുണ്ടായത്. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? അപ്പോ ഇവിടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഭരണവിരുദ്ധ വികാരം, അതൊക്കെ നമുക്ക് തെരുവിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഏറ്റവും ഒടുവിൽ ഷാനി തന്നെ സൂചിപ്പിച്ച കാര്യം മാത്രം എടുത്താൽ മതിയല്ലോ. 41 കാര്യങ്ങളിൽ ഇന്ത്യയിൽ ഒന്നാമതാണ് കേരളം. ഏറ്റവും ഒടുവിൽ അതിദരിദ്രർ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറുകയാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പറയും. അപ്പോൾ ആ നിലയിലേക്ക് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം ഉയരുന്നു എന്ന് പറയുമ്പോൾ 23 കോടി ജനങ്ങളാണ് അതിദരിദ്രർ ഇന്ത്യ രാജ്യത്ത്. അതിൽ കോൺഗ്രസും BJPയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. ഒരാൾ പോലും പട്ടിണി കിടക്കാത്തൊരു കേരളം എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണ്. അതാണ് നമ്മൾക്ക് അഭിമാനിക്കേണ്ട കാര്യം. അപ്പം ഭരണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് അതിലേക്ക് കയറരുത്. പാലക്കാട് ഞങ്ങള് 3ാം സ്ഥാനത്ത് പോയ അസംബ്ലി നിയോജക മണ്ഡലമാണ്. വയനാട് ഞങ്ങൾ പോലും പറഞ്ഞില്ലല്ലോ ഞങ്ങള് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നൊന്നും. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കണ്ടിട്ട് അതിനെ കേരള രാഷ്ട്രീയം, ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ 13 സീറ്റായിരുന്നു, ഇത്തവണ 16 സീറ്റ്, അത്രേ ഉള്ളൂ. താങ്കൾ പറഞ്ഞു വയനാടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നില്ല. പാലക്കാട് നിങ്ങൾ ഓൾറെഡി 3ാമത് നിൽക്കുന്ന കക്ഷിയായിരുന്നു. ചേലക്കരയിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. പക്ഷേ 3-1 ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടേ. വയനാട്ടിൽ എത്ര 10,000ങ്ങളുടെ വോട്ട് കുറവാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായതെന്ന് നമുക്കറിയാം. പാലക്കാട് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പുമായി വെച്ച് നോക്കുമ്പോൾ വോട്ടിന്റെ എണ്ണത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും 3ാം സ്ഥാനത്ത് അങ്ങ് ഉറപ്പിച്ചു നിൽക്കുകയാണ് BJPക്കും പിന്നിൽ. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ താങ്കൾ ഈ പറഞ്ഞ ന്യായങ്ങൾ വെച്ച് തന്നെ 28ഉം 25ഉം വർഷങ്ങളായി CPM-ന്റെ പക്കലുള്ള തദ്ദേശ വാർഡുകൾ ഇന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതെങ്ങനെ, എന്ത് കാരണത്താൽ? ഉത്തരം പറ. തദ്ദേശ വാർഡുകളിലേക്ക് ഞാൻ വരാൻ ഷാനി. 1, പാലക്കാട് ഞങ്ങൾക്ക് വോട്ട് കൂടി. 2, ചേലക്കര 2016-ൽ പ്രദീപ് എന്റെ കൂടെ നിയമസഭയിൽ ഉണ്ടായിരുന്നതാണല്ലോ. പ്രദീപിന്റെ ഭൂരിപക്ഷം 10,000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ പ്രദീപിന്റെ ഭൂരിപക്ഷം 12,000 ഉയർന്നു. ആണോ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു പോയിരുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രദീപിന് 10,000 കിട്ടിയ തെരഞ്ഞെടുപ്പും ഈ ഇപ്പോൾ 12,000 കിട്ടിയ തെരഞ്ഞെടുപ്പിന്റെയും ഇടയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടന്നു പോയിരുന്നു. 39,000 ആയിരുന്നു ഭൂരിപക്ഷം K. രാധാകൃഷ്ണൻ. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ കിട്ടി. സ്വാഭാവികമല്ലേ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. സ്വാഭാവികം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഞാൻ പറഞ്ഞല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സീറ്റിന്റെ എണ്ണം കുറവാണ് ഇത്തവണ. പക്ഷെ ഇതിനു മുമ്പ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും LDF തന്നെയായിരുന്നു മുമ്പിൽ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ എല്ലാം ഒരു തനി പ്രതിച്ഛായ പകരുന്ന ഒരു കാര്യമാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ UDF ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ സഖ്യം, വർഗീയ കക്ഷികളുമായിട്ടുള്ള സഖ്യം അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഹൈക്കോടതി പോലും ഗവൺമെന്റിനെതിരെ കൊണ്ടുവന്ന ഒരു കാര്യം പോലും പരിഗണിച്ചു പോലും ഇല്ലല്ലോ. ഹൈക്കോടതിയല്ല ഇന്നലെ വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിന് റോഡിൽ പന്തൽ കെട്ടിയതിന് നന്നായി സർക്കാരിന് കൊടുത്തത്. ഇന്ന് ജില്ലാ സെക്രട്ടറിക്ക് തിരുത്തി പറയേണ്ടി വന്നില്ലേ? തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ടി വന്നില്ലേ? ജനങ്ങളുടെ വഴിയടച്ച് പന്തൽ കെട്ടി പാർട്ടി സമ്മേളനം നടത്താൻ മാത്രം ധൈര്യം CPM-ന് എവിടെ നിന്ന് കിട്ടിയെന്ന് ഹൈക്കോടതിയല്ലേ ഇന്നലെ ചോദിച്ചത്? ഇവൻ ശരിയല്ല. അതിനകത്ത് വന്ന ഒരു ചെറിയ പിശകാണെങ്കിൽ പോലും ആ പിശക് അംഗീകരിച്ചില്ലേ? ചെറിയ പിശകോ? ഞങ്ങളതിനെ ആയിരക്കണക്കിന് ജനങ്ങളുടെ വഴിയടച്ച് ഒരു പൊതു റോഡ്, അതും തിരുവനന്തപുരം നഗരമധ്യത്തിലെ ഒരു പൊതു റോഡ് അടച്ചു കെട്ടി പാർട്ടി സമ്മേളനം നടത്തുന്നത് ചെറിയ പിശകാണോ? നന്നായിട്ടുണ്ട്. അല്ല, ഞങ്ങള്
അത് ശരിയായിരുന്നില്ല എന്ന് വിലയിരുത്തി കഴിഞ്ഞല്ലോ. അങ്ങനെ വിലയിരുത്തിയാൽ ഞങ്ങളത് ആവർത്തിക്കത്തില്ലല്ലോ. എന്തോ എങ്ങനെ ഹൈക്കോടതി പറയുമ്പോഴല്ലേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ശ്രീ ഒരു രാജു സംഭവം എബ്രഹാം, പോലും ഉണ്ടാകാൻ പാടില്ല രാജു എന്നത് എബ്രഹാം ഹൈക്കോടതി പറയുന്നത് വരെ ന്യായീകരിച്ചില്ലേ? ഹൈക്കോടതി പറയുന്നതിന് മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആ വേദിയിൽ ഉണ്ടായിരുന്നില്ലേ? ആർക്കും തോന്നിയില്ലേ അത് ജനങ്ങളോട് ചെയ്യുന്ന തെറ്റാണ്, അങ്ങനെ ചെയ്യരുത് എന്ന്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഞാനൊരു പരിപാടിക്ക് സംസ്ഥാന സെക്രട്ടറിയെ ക്ഷണിച്ചാൽ ആ പരിപാടി നിയമപരമായി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്ന ധാരണയിലാണല്ലോ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കണ അത് നിയമപരമായി തെറ്റാണ് എന്ന് സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞാൽ പങ്കെടുക്കുവോ? നടുറോഡിൽ പന്തൽ കെട്ടുന്നത് ശരിയാണോ എന്ന് മനസ്സിലാകാത്ത ആളാണോ നിങ്ങളുടെ സെക്രട്ടറി? വന്നിട്ട് നമ്മുടെ പൊതുപരിപാടികൾ പലതും നമ്മൾ റോഡിന്റെ സൈഡിലല്ലേ നടത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രയോ പൊതു മീറ്റിങ്ങുകൾ റോഡിന്റെ സൈഡിൽ നടത്തി. റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്, റോഡ് ഡീവിയേറ്റ് ചെയ്തു അത് വന്നിട്ടുണ്ട്. പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ നടന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് പുല്ലുവിലയായിരുന്നു. പാർട്ടികൾക്ക് തോന്നുന്നത് പോലെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് നടക്കില്ല, ഇനി കേരളത്തിൽ ഇത് നടക്കില്ലെന്ന് ഹൈക്കോടതി ഒരു ഉത്തരവിട്ടിരുന്നു, ഓർമ്മയുണ്ടോ? അറിഞ്ഞിരുന്നോ? അത് തെറ്റാണെന്ന് അവിടെ പ്രാദേശികമായി തന്നെ അത് സംബന്ധിച്ചും കഴിഞ്ഞില്ലേ? ശ്രീ അബിൻ വർക്കി, ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലുള്ള വികാരം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണല്ലോ. ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പ്രശ്നങ്ങൾ ഞങ്ങൾ തിരുത്തുന്നുണ്ട് എന്ന് ശ്രീ രാജു എബ്രഹാം പറയുന്നു. പിന്നെ തുടങ്ങിയേക്കാം. വഞ്ചൂർ കോടതിയുടെ മുമ്പിലുള്ള 2 ലൈനുള്ള വഴി, അതിനകത്തെ ഒരു ലൈൻ പൂർണ്ണമായി കെട്ടിയടച്ച് അവിടെ സ്റ്റേജ് കെട്ടി ഏരിയ സമ്മേളനം നടത്തുന്നത് തെറ്റാണെന്നും അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള തിരിച്ചറിവ് വരാൻ 3 ദിവസം കഴിഞ്ഞ് ഹൈക്കോടതിയുടെ ഒരു വിധി വരണം എന്നുള്ളതിൽ എന്ത് തിരിച്ചറിവ് ഇവർക്കുണ്ടായി എന്നാണ് ശ്രീ രാജു എബ്രഹാം ഇവിടെ വാദിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പരിപാടി നടത്താറുണ്ട്. നമ്മൾ പ്രോപ്പറായ ലൈസൻസ് അല്ലെങ്കിൽ പ്രോപ്പറായ അനുമതി മേടിച്ചുകൊണ്ടാണ് നടത്താറുള്ളത്. ആ അനുമതി പോലും മേടിക്കാതെ ഒരു ലൈൻ പൂർണ്ണമായി കെട്ടിയടച്ചത് തെറ്റാണ് എന്നുള്ള തിരിച്ചറിവ് വരാൻ വേണ്ടി ഹൈക്കോടതിയുടെ വിധി കാത്തു നിൽക്കേണ്ടി വന്ന തിരിച്ചറിവാണെങ്കിൽ CPM തിരിച്ചറിവിന്റെ കാര്യത്തിൽ എത്രയോ പിന്നോട്ടാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇവിടെ വീണ്ടും വികസനം നടത്തി, സംസ്ഥാന സർക്കാരിന്റെ വികസനം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് കേരളത്തിൽ എന്താണ് കഴിഞ്ഞ നാളുകളിൽ വികസിച്ചിട്ടുള്ളത്? കറണ്ട് ബില്ലിൽ വികസനം ഉണ്ടായിട്ടുണ്ട്, വെള്ളക്കരത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട്, തൊഴിലില്ലായ്മയിൽ വികസനം ഉണ്ടായിട്ടുണ്ട്, രജിസ്ട്രേഷന്റെ ഫീസിൽ വികസനം ഉണ്ടായിട്ടുണ്ട്, വീട്ടുകരത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഇവിടെ പൊതുകടത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട്, ബാറിന്റെയും ബീവറേജിന്റെയും എണ്ണത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ളതിന്റെ വിലയിൽ വികസനം ഉണ്ടായിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു? ഈ നാട്ടിൽ തൊഴിൽ ലഭിക്കാതെ വിദേശത്തേട്ട് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ശ്രീ രാജു എബ്രഹാം ഇവിടെ വളരെ അഭിമാനപൂർവ്വം കഴിഞ്ഞ 8 കൊല്ലമായി ക്രൈം റേറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്നുള്ളത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. ശ്രീ രാജു എബ്രഹാം 2022 ഇന്ത്യയിൽ ക്രൈം റേറ്റിൽ പെർ ലാക്കിലാണ്, ലക്ഷത്തിലാണ് കണക്കാക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉണ്ടായിരുന്ന സംസ്ഥാനം കേരളമാണ്. അതിനകത്ത് തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ വനിതകൾക്കെതിരെയുള്ള അക്രമം നടത്തുന്ന സംസ്ഥാനം കേരളമാണ്. NDPS കേസുകളിൽ ഏറ്റവും ഗണ്യമായ വർധനവുണ്ടായ സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലമായി ഈ രാജ്യത്ത് ഏറ്റവും കുറച്ച് ക്രൈം റേറ്റ് ആണെന്ന് താങ്കൾ പറയുന്നത് എന്താണ്? എണീറ്റ് വരണ്ടേയിരുന്നു. ഇവിടെ വൈദ്യുതി ചാർജിന്റെ വർധനം എത്രയാണ് ഉണ്ടായിരിക്കുന്നത്? നീണ്ട കാലത്തെ ഒരു കോൺട്രാക്ട് 4 രൂപയ്ക്കും 5 രൂപയ്ക്കും കിട്ടിയിരുന്ന വൈദ്യുതിയുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് 10 രൂപയ്ക്കും 12 രൂപയ്ക്കും വൈദ്യുതി മേടിക്കാനുള്ള ഒരു കരാർ ഉണ്ടാക്കിയത് ഇത് ആരെ സഹായിക്കാനാണ്? അത് പിന്നെ ഇങ്ങനെ ജനവിരുദ്ധതയുടെ കേന്ദ്രമായി കേരളത്തിലെ സർക്കാർ മാറി എന്നുള്ളതിന്റെ തിരിച്ചറിവ് വരാൻ ബംഗാളിലെ പോലെ 35 കൊല്ലം കഴിഞ്ഞ് പാർട്ടി മുച്ചൂടും മുടിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ പിന്നെ അതിനകത്ത് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ല എന്നുള്ളത് CPM മുന്നിൽ കണ്ട് മനസ്സിലാക്കണം. ആരോട്? ശ്രീ രാജു എബ്രഹാം, അതിൽ അബിൻ നിരത്തിയ ഒരു പട്ടികയുണ്ടല്ലോ, വികസനത്തിന്റെ പട്ടിക എന്ന് വെച്ചാൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അധിക ഭാരത്തിന്റെ വർധനയുടെ പട്ടികയാണ് അബിൻ അവിടെ ഇപ്പോൾ അല്പം മുൻപ് പറഞ്ഞത്. അതിൽ വൈദ്യുതി ചാർജിന്റെ കാര്യം എടുക്കാം. ഏറ്റവും അവസാനം പാലക്കാട്
ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുന്നതിന് മുൻപേ തന്നെ തീരുമാനമായതാണ്. മാധ്യമങ്ങളിലൊക്കെ ഇത് കൂട്ടാൻ പോവുകയാണ് എന്ന് റിപ്പോർട്ടുകൾ വന്നതാണ്. പക്ഷെ കൂട്ടിയില്ല. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഇന്ധന വില വർധന നിർത്തിവെക്കുകയും അത് കഴിഞ്ഞാൽ ഉടനെ ഈ ഭാരമെടുത്ത് ജനങ്ങളുടെ തലയിലേക്ക് തട്ടുകയും ചെയ്യുന്ന ഒരു മര്യാദയുമില്ലാത്ത ജനാധിപത്യ വിരുദ്ധ സമീപനം എന്ന് BJP ഇന്ധന വില വർധനയുടെ കാര്യത്തിൽ പരിഹസിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാടെ ഇത്രയും ഉയർന്ന വൈദ്യുതി നിരക്ക് വർധന ജനങ്ങളുടെ തലയിലേക്ക് ഇട്ടത് വഞ്ചനയല്ലേ? 16 പൈസയല്ലേ നമ്മുടെ കേരളത്തിലെ ഒരു യൂണിറ്റിന് വർദ്ധിച്ചത്. കർണാടക കോൺഗ്രസ് ഭരിക്കുന്നു. ഒരു ബില്ലിൽ 16 പൈസയാണോ കൂടുന്നത്? 60 പൈസ. കർണാടകയിലെ സർക്കാരിനെ അല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ശ്രീ രാജു അല്ല ഷാനി, ഈ നമ്മുടെ വൈദ്യുതി വാങ്ങുന്നത് കേരളത്തിലെ അല്ല, പുറത്തുനിന്നാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് ആരുടെ കഴിവ് കൊണ്ടാണ്? ശ്രീ രാജു അബ്രഹാം, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഒരു ദിവസം UDF ഭരിക്കുമ്പോൾ 6 മണിക്കൂർ പവർ കട്ടായിരുന്ന കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. അതാണ് കേരളം. അത്രയും ആത്മവിശ്വാസമുണ്ടെങ്കിൽ പുതിയ കുട്ടികൾക്കും ജനങ്ങൾക്കും ഒക്കെ ഇത്തരത്തിൽ ഈ വൈദ്യുതി ചാർജ് വർധനയുടെ അനിവാര്യത ബോധ്യമുണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്തിനാണ് അവരിൽ നിന്നത് മറച്ചുവെച്ചത്? ഉപതെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തു നിന്നത് എന്തിനാണ്? ജനങ്ങൾക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കാരണം ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ കറണ്ട് ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ലോഡ് ഷെഡിങ്ങും പവർ കട്ടുമാണ്. ഒരു നിമിഷം പോലും കറണ്ട് ഇല്ലാത്ത കേരളം ഉണ്ടാവാൻ പാടില്ല. 24 മണിക്കൂറും കറണ്ട് ഉണ്ടാവണം. എന്നിട്ട് ഈ ഗവൺമെന്റ് വന്ന പിന്നല്ലേ നമ്മുടെ കൂടംകുളം എന്നിട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കൃത്യമായി KSEB-യുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ ഓരോ ദിവസവും. ശ്രീ രാജു അബ്രഹാം, മാനേജ്മെന്റിലും ഇത് വൈദ്യുതി വാങ്ങുന്നതിലും നിരക്ക് നിശ്ചയിക്കുന്നതിലും കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നതിലും ഒക്കെ KSEB-യുടെ വീഴ്ചകൾ പരസ്യമാണല്ലോ. അതൊന്നും CPM-ന്റെ സർക്കാർ കാണുന്നില്ലേ? അത് ജനങ്ങൾക്ക് നിങ്ങൾക്ക് കറണ്ട് മുടങ്ങുന്നതിനേക്കാൾ വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചാർജ് കൂട്ടി അവരെ സംരക്ഷിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കുറച്ച് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് കേരളത്തിൽ ആണ്. അപ്പൊ അതിനെ ഷാനി അഭിനന്ദിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഞാൻ അഭിനന്ദിക്കണം, അല്ലെ ശ്രീ രാജു അബ്രഹാം? ഞങ്ങൾ കറണ്ട് ബില്ല് പൈസ ആയിട്ട് തന്നെയാണ് അടയ്ക്കുന്നത്. സർക്കാരിൽ നിന്ന് പ്രത്യേക ഇളവും ആനുകൂല്യവും ഇല്ല. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.